നിരവധി ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ. സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല, മുടിയുടെ വളർച്ചയ്ക്കും കറ്റാർവാഴ ഉപയോഗിച്ചു വരുന്നു. അധികമായാൽ അമൃതം വിഷമെന്നല്ലേ? കറ്റാർവാഴ അമിതമായി ഉപയോഗിക്കുന്നത് ചർമ്മത്തിൽ പുരട്ടുന്നത് ത്വക്കിലെ അലർജിക്ക് കാരണമാകും. ഇതുമൂലം തൊലിപ്പുറത്ത് ചുണങ്ങ് പോലെയും ചുവപ്പ് നിറത്തിലും ചർമ്മത്തിന് അസ്വസ്ഥതയും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരഭാരം കുറയ്ക്കാനായിട്ട് വെറും വയറ്റിൽ കറ്റാർവാഴ ജ്യൂസ് കഴിക്കാറുണ്ട്. ഇത് നിർജ്ജലീകരണത്തിന് കാരണമാകാം. കൂടാതെ ഇതിൻ്റെ അളവ് കൂടുതലായാൽ അസ്വസ്ഥതയും ഓക്കാനവും അനുഭവപ്പെടും. കറ്റാർവാഴ തുടർച്ചയായി അമിതമായി കഴിക്കുന്നത് വയറിളക്കത്തിന് കാരണമാകും. അതായത് നമുക്ക് ഈ അടിവയറ്റിലൊക്കെ കുത്തിയുള്ള വേദന ഉണ്ടാകും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ അത് സീരിയസ് ആകാനായിട്ടും ഉള്ള ഘടകങ്ങൾ കറ്റാർവാഴയിലുണ്ട്. മഞ്ഞൾ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ്. എന്നാൽ അലോവേറ ജെല്ലുമായിട്ട് മഞ്ഞൾ ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്കത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കറ്റാർവാഴയുടെ ജ്യൂസിൽ ആന്ത്രാക്കിനോൺ എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകം അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം വയറുവേദന, ഛർദി, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും. കറ്റാർവാഴ ജ്യൂസ് സ്ഥിരമായി കഴിക്കുന്നത് മൂലം ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായ ക്ഷീണവും അസ്വസ്ഥതയും ബലഹീനതയും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് സ്ഥിരം കറ്റാർവാഴയുടെ ജ്യൂസ് ഉപയോഗിക്കാതിരിക്കുക. ആഴത്തിലുള്ള മുറിവുകളും ഗുരുതരമായ പൊള്ളലുകൾക്കും കറ്റാർവാഴ ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ രീതിയിലുള്ള പൊള്ളൽ, സൺബേൺ, ഇതിനൊക്കെ കറ്റാർവാഴയുടെ ജെല്ല് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ആഴത്തിലുള്ള പൊള്ളലുകൾക്ക് കറ്റാർവാഴ ഉപയോഗിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.